ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. NCR ട്രാവലറിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അടിപൊളി കിട്ടില്ല സ്പോട്ടിലാണ് കേട്ടോ. ഒരു റിസോർട്ടിലാണ്. ഇത് കണ്ടോ, ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ. ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ചാനൽ പുതുതായിട്ട് വരുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, കൊട്ടിയൂർ വാലി എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് കേട്ടോ. ഇതൊരു വെറും റിസോർട്ട് മാത്രമല്ല, ഇത് ശരിക്കും നിങ്ങൾ ഫുൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ബോട്ടിംഗ് ഉണ്ട്, പാർക്കുണ്ട്. വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കാട്ടോ അവിടെ. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഒരു ബോട്ടിൻ്റെ മുകളിലാണുള്ളത് കേട്ടോ. ബോട്ടിനകത്തിരിക്കുക. ഇവിടെ ഇത് കണ്ടോ, ഒരു വലിയൊരു എന്താ പറയുക, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ടോ കൊട്ടിയൂർ വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പുണ്ടോ, ചെറിയൊരു ഷിപ്പിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെ എല്ലാ ആക്ടിവിറ്റീസിനും 100 രൂപയാണ് ഒരാളിൽ നിന്ന് ഈടാക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അവരോട് നേരിട്ട് തന്നെ ചോദിക്കാം. ഇത് കണ്ടില്ലേ, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ബോട്ടൊക്കെ കയ്യിൽ തന്നിവിടുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് കയാക്കും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. 2 പേർക്ക് ഇരുന്ന് ഓടിക്കാവുന്നത്. ഇത് കണ്ടില്ലേ, 2 ഫാമിലി വന്നിരുന്ന് ഊഞ്ഞാലാടുന്നത്. ഇവിടെ പ്രായമായവർക്കും പ്രായമില്ല ചെറിയ പിള്ളേർക്കും എല്ലാവർക്കും ഒരുപോലെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കണ്ടില്ലേ, ഒരു പൊടിക്കുഞ്ഞിനായിട്ട് ചേട്ടനും ചേച്ചി വന്നിട്ട്. ഇത് കൂടാതെ പിള്ളേർക്ക് സെപ്പറേറ്റ് ഒരു പാർക്ക് ഇടയിലുണ്ട്. ഇത് കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ പഞ്ചായത്തിലാണ് ഈ ഒരു റിസോർട്ടുള്ളത്. ഇതിൻ്റെ ലൊക്കേഷനും അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ മറ്റു പല ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. ഇത് കൂടാതെ ഫാമിലിക്കും ബാച്ചിലേഴ്സിനുമായിട്ട് താമസിക്കാൻ പറ്റിയ സ്റ്റേ ഇവിടെയുണ്ട്. ഇതൊന്നും കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നൈറ്റിൽ ഫംഗ്ഷനുകളും വിവാഹ പാർട്ടികളും അങ്ങനെ പല പല പ്രോഗ്രാമുകളും ഇവിടെ നടത്താറുണ്ട്. ഇവിടെ നൈറ്റിൽ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. സോ ഗൈസ്, ഇവിടെ വന്നിട്ട് നമുക്കൊരു ചിന്ത വരും, ഒരു നല്ല സ്ട്രോങ് ചായ. എനിക്കൊക്കെയാണ് എന്തായാലും ഒരു സ്ട്രോങ് ചായ എവിടെ പോയാലും കിട്ടണം. അപ്പോൾ നിങ്ങൾക്കറിയാം, വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പോൾ ഇതാ ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് കഴിക്കാനായിട്ട് ശരിക്കും ഒരു ചായക്കടയുടെ ഫീലിംഗ് ആയിരുന്നത്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കണ്ടോ നിങ്ങൾ, പുറകിൽ നല്ല മലയും കാര്യങ്ങളൊക്കെ. ഇതൊരു ഫേമസ് മലയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം, പുറമെയുള്ളവർക്കൊന്നും അറിയത്തില്ല. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലല്ല, ഹിന്ദിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അത് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം ഞാനും ഒരു ചായ കുടിച്ചിട്ട് വരാം. ഈ ചായക്കടയുടെ പേരൊക്കെ നല്ല കിടിലൻ പേരോ കേട്ടോ, ജോസേട്ടൻ്റെ ചായക്കട. ഇതെൻ്റെ ബാല്യകാല സുഹൃത്ത് കേട്ടോ. ഞങ്ങൾ 1ാം ക്ലാസ് തൊട്ട് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ്. എനിക്കിവനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, ഞങ്ങളുടെ ഒരു സാറുണ്ടായിരുന്നു, വിൻസെൻ്റ് സാറിന്. അപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. എൻ്റെ വേറൊരു സുഹൃത്ത് വരുന്നുണ്ട്, ആ വരുന്നതാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു വട്ടത്തിലുള്ള ഒരു ചീപ്പും കൊണ്ടല്ലേ പോകുന്നത്. അത് ക്ലാസ് കഴിയാൻ നോക്കിയിരിക്കും, ഉടനെ തന്നെ എടുത്തിട്ട് മുടി ചീവും. അപ്പം ഇവൻ്റെ ചീപ്പ് മേടിച്ചിട്ട് ഞാൻ ചീവിയിട്ട് പെട്ടെന്ന് തട്ടിപ്പറിച്ച് ചീവിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് സാറ് കയറി വരുന്നത്. സാറ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. നീ ഇങ്ങനെ ചീവി കഴിഞ്ഞാൽ 40 വയസ്സാകുമ്പോഴത്തേക്ക് നിൻ്റെ തല മുട്ടയടിക്കേണ്ടി വരും, മുട്ടയാവുമെന്ന് പറഞ്ഞത് ഇരിക്കുന്നുണ്ടോ. സാറിരുന്ന് കാണുന്നുണ്ടല്ലോ. ഇതേ സാറ് പറഞ്ഞാൽ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇവൻ്റെ ചീപ്പ് മേടിച്ച അന്ന് ഞാൻ ചീവിക്കൊണ്ടിരുന്നു. പക്ഷേ പാവം ഇവൻ ചീത്തയും കേട്ട് ഇവൻ്റെ തലയിലുള്ള മുടി മുഴുവൻ പോവുകയും ചെയ്തു. സുഹൃത്ത് കേട്ടോ. ഇവനെ വിളിച്ചുകൊണ്ടിരുന്ന പേര് ഞാൻ ഇപ്പോൾ വിളിക്കുന്നില്ല. വിളിച്ചു കഴിഞ്ഞാൽ ഇവനിപ്പോൾ എന്നെ പിടിച്ചിട്ടിടിക്കും. അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. ഇവനും എൻ്റെ തൊട്ടടുത്ത ബെഞ്ചിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഇവന് ഞാൻ അടി വയ്ക്കുമായിരുന്നു എപ്പോഴും. കാരണം എന്നാണെന്നറിയോ, ഇവൻ എൻ്റെ കാലിൻ്റെ മുകളിൽ കാലെടുത്ത് വെക്കും എപ്പോഴും ക്ലാസ്സിൽ ബെഞ്ചിലിരിക്കുമ്പോൾ. അപ്പം ഞാനും ഇവനും തമ്മിൽ പൂരം അടിയായിരുന്നു. അങ്ങനെ ഗൈസ്, ഞാൻ അവിടെ പിള്ളേരൊക്കെ കളിക്കുന്നതെന്ന് നോക്കി ഇങ്ങനെ ഇരുന്ന് ഓരോ ചായ അടിക്കും കേട്ടോ. നിങ്ങൾ ദേഷ്യമൊന്നും വിചാരിക്കരുത്, നിങ്ങളുണ്ടായിരുന്നു നിങ്ങൾക്ക് ചായ മേടിച്ച് തന്നെ. അങ്ങനെ ചായയെ കുടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ചായയും കുടിച്ചിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളും നടക്കുമല്ലോ. കുറച്ച് പിള്ളേർ അവിടെ സൈക്കിളൊക്കെ ചവിട്ടി നിൽക്കുന്നു. അപ്പോൾ അത് വേറൊരു ചേട്ടനോട് അമ്പും ബില്ലൊക്കെ പിടിച്ച് നിൽക്കുന്നു.
ആഹാ, ആള് പുലിയാണല്ലോ. എന്നാൽ പിന്നെ ആളെ ഒന്ന് പരിചയപ്പെടാമെന്ന് ഞാനും കരുതി. എൻ്റെ പേരെന്താണ്? രാജേഷ്. എവിടെ നിന്ന് വന്നത്? തലശ്ശേരി എന്നല്ലേ. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ വന്നിട്ടുണ്ടായിട്ടുണ്ടോ? നല്ല എക്സ്പീരിയൻസ് അല്ലേ? കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? അതെ അതെ. ചൂട് വല്ലതും ഉണ്ടോ? ഇത്രയും ചൂട് ഇവിടെ ഉണ്ടായിട്ടും കുറവാണ്. എപ്പോഴും നല്ല തണുത്ത കാറ്റൊക്കെ അല്ലേ? തൊട്ടടുത്ത് പുഴയും അല്ലേ? നല്ലൊരു ആംബിയൻസിലുണ്ടാവും. ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സുഹൃത്ത് ജിൽസ് പറയും. അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് എങ്ങനെയാണോ? എൻ്റെ എൻട്രി ഒക്കെ എങ്ങനെ ചാർജ്? നമുക്ക് ഇവിടെ വരുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ബോട്ടിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, കിഡ്സ് പാർക്ക് ഉണ്ട്. ഓക്കെ. പിന്നെ പുഴ റിവർ സൈഡാണ് ഇവിടെ വരുന്നത്. ഓക്കെ. എല്ലാം കൂടെ നമ്മൾ മേടിക്കുന്ന എൻട്രി എന്ന് പറഞ്ഞാൽ 100 റുപ്പീസാണ്. 100 രൂപ ഒരാൾക്ക്. ഗൺ ഷൂട്ടിംഗ് ഉണ്ട്, ആർച്ചറി ഉണ്ട്, എല്ലാം നമ്മൾ ഉപയോഗിക്കണം 100 രൂപയാണ്. ഓക്കെ. ഈ എല്ലാ ആക്ടിവിറ്റീസിനും വെറും 100 രൂപയാണ്. ഓക്കെ. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ സെപ്പറേറ്റ് അല്ലാണ്ട് എൻട്രി മാത്രമായിട്ട് കയറാൻ പറ്റും. നമ്മൾ 50 രൂപ. ഓക്കെ. ജസ്റ്റ് ഇതിലേക്ക് നടന്ന കാര്യങ്ങളൊക്കെ കാണുന്നത് 50 രൂപ. ഈ പാർക്കിൽ കയറാൻ പറ്റുമോ പിള്ളേർ പാർക്കിൽ സെപ്പറേറ്റ് എടുത്ത് കാണാൻ അങ്ങനെ കയറാം. അങ്ങനെ 50 രൂപ വരുന്നത്. ഓക്കെ. ബോട്ടിംഗ് 50 രൂപ. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പിന്നെ 50 രൂപ. ഒരുമിച്ചാണെങ്കിൽ 100 റുപ്പീസിന് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി കൂടുതൽ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി കിടിലം വീഡിയോ വരും. ദെൻ ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. ഗൈസ്, ഇതാണ് ഇവിടുത്തെ സ്റ്റേകളിൽ 2 ഇതാണ്. ഒന്നപ്പുറം അത് കാണിച്ചു തരാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വ്യൂ ആണിത്. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ്. ഇച്ചിരി മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ നിരന്ന് വെള്ളം ഒഴുകുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതൊരു നല്ല പരിപാടി കേട്ടോ. താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, പാർക്കിങ്ങിനോ അങ്ങനെ എന്തോ ഇവർ ചെയ്തു വെച്ചേക്കുന്നതാണ്. ഇനി മുകളിൽ കയറി ഇവിടുത്തെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല നീറ്റാട്ടോ ഇവിടെയുള്ള കംപ്ലീറ്റ് എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കയറുന്ന പാടെ തന്നെ ബെഡ്റൂമാണ്. ഡബിൾ ബെഡാണുള്ളത്, വിത്ത് AC ആണ്. നല്ല നീറ്റ് റൂമാണ്. TVയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുത്തെ ടോയ്ലറ്റും വാഷ്റൂമൊക്കെ കാണാം. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം വിത്ത് ടോയ്ലറ്റ്. ഗീസറൊക്കെ ഉണ്ട് കേട്ടോ. ചൂടുവെള്ളമൊക്കെ കിട്ടും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടോ. നല്ല ക്ലീനാണ് അത്. എന്നും നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ഇവിടെ. പിന്നെ ഇവിടുന്ന് ചെറിയൊരു കബോർഡല്ല, ഒരു അലമാരി, സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെക്കാനായിട്ട് അതൊരു നല്ല കാര്യമാണത്. ഇതിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാമെന്നാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വ്യൂ ഇതാണ് കേട്ടോ. താഴെ പുല്ലൊക്കെ നട്ട് വെച്ചിട്ടേ ഉള്ളൂ, നനച്ച് കൊടുക്കുന്നില്ല. ഇപ്പം ചൂട് സമയമായതുകൊണ്ട് ഇതെല്ലാം പുല്ലെല്ലാം കരിഞ്ഞു പോയതാണ്. ഇവിടെ പച്ചപ്പും കൂടെ ആകുമ്പോൾ ഫ്രണ്ടിൽ നല്ല വെള്ളം കൂടെ എളുപ്പം നല്ല ഭംഗിയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട്. കുറച്ചിങ്ങ് പുറത്തേക്ക് നടന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേ നമുക്ക് കാണാം. ഇതൊരു വീട് പോലെ കേട്ടോ. 2 ബെഡ്റൂമും അടുക്കളയും സിറ്റൗട്ടൊക്കെ കൂടിയൊരു വീട് പോലെയാണ്. ശരിക്കും ഒരു വീട്ടിൽ താമസിക്കുന്ന പോലെ നമുക്ക് താമസിക്കാം ഇവിടെ. ഇത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഇഷ്ടംപോലെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടുത്തെ കാലിത്തെടുത്ത് ഇവിടെയുള്ള ചായയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടുന്ന പാലാണ്, ശുദ്ധമായ പാലാണ്. ഹായ്. അയ്യോ, ഇച്ചിരി സീനാട്ടോ. ഇത് വേണ്ട, തൊടാമെന്ന് വിചാരിച്ചതാ. വലിയ കുഴപ്പക്കാരനല്ലെന്ന് തോന്നുന്നു. വേണ്ട, സീനാക്കണ്ട. ഇവരാണ് ഇതിൻ്റെ ആൾക്കാർ കേട്ടോ. അപ്പനും അമ്മയും. ഇത് അപ്പനും അത് അമ്മയും. ഇത് സോണിക്കൊച്ചും ശിവക്കൊച്ചും. എന്നാണ്ട് ചേട്ടാ വിശേഷമൊക്കെ? സുഖമായിട്ട് പോകുന്നു. എന്നാണ്ട് ചേച്ചി? ചേച്ചി പശുവിനെയൊക്കെ ഞാൻ നേരത്തെ വരുമ്പോൾ പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും പശുവിനെ കറന്ന് മടുത്ത് നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒരു നല്ല സ്ട്രോങ് ചായ, എന്നെപ്പോലെ സ്ട്രോങ് ചായ കുടിച്ചാലേ ആ ക്ഷീണമൊന്നും മാറി കിട്ടത്തുള്ളൂ. 2ാമത്തെ ചായ കേട്ടോ. അതെ ചേട്ടാ, എന്നെ കണ്ട പാടതേ ശുദ്ധമായ പശുവും പാലിലുണ്ടാക്കിയ ചായ. ഒരു ചായ കൂടെ കുടിക്കല്ല. ചായയല്ല, ചായ പിന്നെ ഞാൻ എവിടെ കണ്ടു കഴിഞ്ഞാലും പെടത്തില്ല. പാൽ ചായ എന്നല്ല, പാലെന്ന് പറയത്തില്ല. ചായൻ്റെ ചെറിയ ടേസ്റ്റുള്ളൂ, പക്ഷെ നല്ല ശുദ്ധമായ പാലാണ് കേട്ടോ. ഇവിടെ പശുക്കൾ മാത്രമല്ല കേട്ടോ, നല്ല നാടൻ കോഴികളുമുണ്ട്. ആ, എൻ്റെ കയ്യിലൊന്നും ഇല്ല. അതെ, എല്ലാം കൂടി ഓടി വരുന്നു. തീറ്റ കൊടുക്കാനാണെന്ന് വിചാരിച്ചിട്ടാ. ആഹാ, ഇതുണ്ടോ? ആഹാ, അടിപൊളി. എന്നോട് ഭക്ഷണം തരുമെന്നാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഞാനെന്തോ കൊണ്ടുവന്നോന്ന് വിചാരിച്ചിട്ട് അതിങ്ങോട്ട് നീങ്ങി വരുന്നുണ്ട്. ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. സോണിച്ചേട്ടായി തരും. ഇതാണ് പാർട്ടി ഹാള്. ഉണ്ടോ? നല്ല സൗകര്യമുണ്ട് കേട്ടോ. അടിപൊളി ചെറിയൊരു സ്റ്റേജ്.
അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സുഖമായിട്ട് നിങ്ങൾക്ക് സെറ്റാക്കാം കേട്ടോ. നല്ലൊരു ആംബിയൻസാണ്. അങ്ങനെ നടന്ന് മടുത്ത ഞാൻ ദേ കിടക്കുന്നു വെട്ടിയിട്ട ചക്ക പോലെ. എന്ത് സുഖമെന്നറിയോ, തണുത്ത കാറ്റും കൊണ്ട് അവിടെ കിടക്കാനായിട്ട്. തൊട്ടപ്പുറം പുഴ കേട്ടോ. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുവാണ്. നല്ല തണുത്ത കാറ്റും കൊണ്ട് ഞാനവിടെ ഇങ്ങനെ കിടക്കുക. ഇനിയും കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോവും. ഇതുപോലെ പുഴയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് അടിച്ച് ഇതുണ്ടോ, പുറകിലത്തെ ആംബിയൻസ് ഉണ്ടോ, ആ ഒരു വ്യൂ കണ്ടോ, ആ ഒരു വൈബ് വേറെ തന്നെ കേട്ടോ. തൊട്ട് താഴെ കാണുന്ന പുഴയാണ്. പുഴയിൽ നിന്ന് വരുന്ന നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വൈകുന്നേരം കിടക്കാൻ പ്രത്യേക ഒരു വൈബ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതുവരെയുള്ള വീഡിയോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ പലരും എന്നോട് പറയുന്നുണ്ട് നിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല. അപ്പം നിങ്ങളതൊന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. അപ്പോൾ ബെല്ലിലൊന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരും, അടിപൊളി വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.